എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. നമുക്ക് മീനക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. പൂരുരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി വരുന്ന മീനക്കൂറുകാർക്ക് വളരെ നല്ല ഗുണഫലങ്ങളാണ് ഈ വർഷം കാത്തിരിക്കുന്നത്. ആഗ്രഹിക്കുന്ന ഏതു മേഖലയിൽ കടന്നെത്തുന്നതിനും വിജയം നേടുന്നതിനും സാധിക്കുന്ന വർഷമാണ്. സാമ്പത്തികമായ പുരോഗതികൾ നേടുന്നതിനും ജീവിതത്തിൽ വിജയിക്കാനും ഒരുപാട് സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ. ആരോപണങ്ങളൊക്കെ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. ചെറിയ ചെറിയ മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകും. ആരോഗ്യ വിഷയത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും എങ്കിൽ പോലും ആരോഗ്യ കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഒക്കെയുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്ഷീണമൊക്കെ വന്നാൽ നമുക്ക് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ആരോടും അമിത വിശ്വാസം കൊണ്ട് ജാമ്യം നിൽക്കാനും അല്ലെങ്കിൽ ചെക്ക് കൊടുക്കാനൊന്നും പോകരുത് കേട്ടോ. ജാമ്യം നിൽക്കുക, ഒപ്പിട്ട് കൊടുക്കുക, അതൊക്കെ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് നമുക്ക് തന്നെ ഒരു പുലിവാലാവാനുള്ള സാധ്യതയൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. പക്ഷെ കഠിനമായ ഒരു ശ്രമം കൂടി അതിനാവശ്യമുണ്ട്. ചിലരുണ്ട് പഠിച്ചില്ലെങ്കിൽ പോലും പ്രാർത്ഥിച്ച് നമ്മൾ അങ്ങ് എഴുതി കഴിഞ്ഞാൽ ഏകദേശം ഒരു 50% പഠിച്ചാൽ ഒരു 60% മാർക്ക് കിട്ടും. ചിലരുണ്ട് 100% പഠിച്ചാൽ 50% മാർക്ക് കിട്ടുന്ന ആ ഒരവസ്ഥ ഇപ്രാവശ്യം ഈ മീനക്കൂറുകാർക്ക് പറയാം നമുക്ക്. അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ നല്ല രീതിയിലൊന്ന് തുടക്കം മുതൽ തന്നെ പഠനത്തിലൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വിജയം കൂടി നേടിയെടുക്കാൻ സാധിക്കും. പ്രതീക്ഷിക്കുന്നതിലും നല്ല വിജയം നമുക്ക് നേടാൻ സാധിക്കും കേട്ടോ. ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ഈ വർഷം അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നല്ല ജോലി, നമ്മുടെ പഠനത്തിന് തക്കതായ രീതിയിലുള്ള ജോലികളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട്. അതുപോലെ നമുക്ക് പ്രമോഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കാലമായിട്ട് ശ്രമിക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. ചുറ്റിനും നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും അല്ലെങ്കിൽ വീട്ടുകാരും ഒക്കെ ബന്ധുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രതീതി നമ്മൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷമാണ് കേട്ടോ. മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ നമുക്ക് മൈൻഡിൽ തോന്നാത്ത അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. എങ്കിലും ഒന്ന് മാത്രം വിചാരിക്കുക, നിങ്ങളിലുള്ള സ്വന്തം ശക്തി തന്നെ വളരെ നല്ല പവറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തളരാതാകട്ടെ. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിഷമമാവും എന്നുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞ് അവരെയും കൂടി വിഷമിപ്പിക്കാൻ നിൽക്കുന്നവരല്ല പൊതുവിൽ മീനക്കൂറുകാർ. അപ്പോൾ നമ്മൾ അതിന് നിൽക്കാതെ കണ്ട നല്ല രീതിയിൽ നല്ല ചിന്തയോടും നല്ല പ്രവൃത്തിയോടും കൂടി നമ്മൾ മുന്നോട്ട് വിജയിച്ച് പോയെന്നാൽ നമുക്ക് നല്ല രീതിയിലുള്ള വിജയങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് പതറിപ്പോവാതെ കണ്ട് അല്ലെങ്കിൽ ആ പതറുന്ന സമയത്ത് നമുക്ക് ഒരാവശ്യമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ബൂസ്റ്റിംഗ് ലഭിക്കുന്ന സുഹൃത്തുക്കളോട് മാത്രം അത് പറയുക. നമ്മളെ വീണ്ടും നെഗറ്റീവ് പഠിപ്പിക്കുന്നവരോട് പറയാതെ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ലൈഫിൽ വിജയിക്കാൻ സാധിക്കും. ആഗ്രഹങ്ങളെല്ലാം ശ്രമിച്ചാൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പല ആഗ്രഹങ്ങളും നമുക്ക് നടത്തിയെടുക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ട് പിന്നെ ആട്ടെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് വയ്യ മടുത്തു എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് നിരാശയിൽ കൂടിയായിരിക്കും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വർഷം താഴ്ന്ന് ശ്രമിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനും ജീവിതത്തിലെ പുരോഗതികളൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റിമറിക്കാനും ഒക്കെ സാധിക്കുന്ന വർഷമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക ഇനി അനുഭവിക്കാനൊന്നുമില്ലേ എന്ന് പറയുന്നവരായിരിക്കും ഈ മീനക്കൂറുകാരെ. അപ്പോൾ അവരോടൊന്നേ പറയാനുള്ളൂ, അത് നമ്മളൊന്ന് ശ്രമിക്കൂ, രക്ഷപ്പെടാനൊന്ന് ശ്രമിക്കൂ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അത് സാധിക്കും. നമ്മുടെ മൈൻഡിലാണ്, നമ്മുടെ മനസ്സിലാണ്. നമ്മൾ തീരുമാനിക്കുക ഞാൻ വിജയിക്കും. ഈ ഓട്ട മത്സരത്തിൽ വിജയിക്കണോ വേണ്ടയോ എന്നുള്ളത് അവനവൻ്റെ മാത്രം തീരുമാനമാണ്. വിജയിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. നല്ല യോഗങ്ങളും ഫലങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിലും അത് കരസ്ഥമാക്കി നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലം കൂടിയാണ് കേട്ടോ. അപ്പം നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് എത്തണമെങ്കിൽ അത്യാവശ്യം നമ്മുടെ പരിശ്രമം കൂടി അതിനാവശ്യമാണ്. നമ്മൾ നല്ലതുപോലെ കഠിനമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ നേട്ടങ്ങളും വിജയങ്ങളും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതല്ലാതെ എനിക്കിത് കുഴപ്പമൊന്നുമില്ല, നല്ല സമയമല്ലേ, ഞാനിനി ഒന്നിനും പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വിജയിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ
ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തും പോയാൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. ബിസിനസ്സുകാർക്കൊക്കെ വളരെ നല്ല സമയമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്നൊക്കെ ഒരു മാറ്റം ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇപ്പം പോകുന്ന ബിസിനസ് അതുപോലെ പോകട്ടെ, അതിൻ്റെ കൂടെ എക്സ്ട്രാ നിങ്ങൾ വേണം ചെയ്തോളൂ. പെട്ടെന്ന് ഈ ബിസിനസ് നിർത്തിയിട്ട് അടുത്ത ബിസിനസ്സിലേക്ക് ചാടരുത്. പെട്ടെന്നുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു തിരിമറി നമ്മളെ ചിലപ്പോൾ ഒന്ന് സ്ട്രക്കാക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ആരെയും കൂടുതൽ വിമർശിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട, അല്ലെ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഒരു അമിത ശ്രദ്ധയും അമിതമായ ഇടപെടലിനൊന്നും നമ്മൾ പോകരുത്. ലാസ്റ്റ് അത് നമ്മൾ കുരുവാല് പിടിച്ചൊരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവനവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അതങ്ങ് പോകുന്നതായിരിക്കും ബുദ്ധി. മറ്റൊരാളെ ഉപദേശിച്ച് നന്നാക്കി നേരെയാക്കാൻ പോയിട്ട് ലാസ്റ്റ് നമ്മൾ പണി മേടിച്ച് കെട്ടി നമ്മളെ മറ്റൊരാൾ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക കേട്ടോ. ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിലൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട്, ആരോപണങ്ങളൊക്കെ വരും. അത് എന്തൊരു പ്രവർത്തിക്ക് ഇറങ്ങുന്നവരും കേൾക്കേണ്ടതാണ്. അതൊക്കെ ഇച്ചിരി കേട്ടാലല്ലേ നമുക്കും വിജയിക്കാനുള്ളൊരു ടെൻഡൻസിയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് കാണുക, അതങ്ങനെ മാത്രം ചിന്തിക്കുക. അതുപോലെ തന്നെ കലാമേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് പേര്, പ്രശസ്തി, പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നല്ല നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നൃത്തം, പാട്ട്, ഇങ്ങനെയുള്ള എല്ലാ ചിത്രരചന, ഇതിലെല്ലാം നല്ല രീതിയിലുള്ള ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിർമ്മാണ മേഖലയിൽ നിൽക്കുന്നവർക്കും നല്ല സമയം തന്നെയാണ്. ബിസിനസ്സുകാർക്കും കുഴപ്പമില്ല, നല്ല സമയം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് അപകീർത്തികളൊക്കെ ഉണ്ടാവും, സാരാക്കുണ്ടാവും. കീർത്തി ഉണ്ടെങ്കിൽ അപകീർത്തി കൂടെ കേട്ടാലല്ലേ നമുക്കും ആ കീർത്തി നല്ലതാക്കാനും ആ അപകീർത്തിയിൽ നിന്നുകൊണ്ട് പല പാഠങ്ങൾ പഠിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്നും അങ്ങ് തളരാതെ നല്ല രീതിയിൽ നമ്മളങ്ങ് ഉത്സാഹിച്ചിറങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് വിജയത്തിലേക്ക് പൊക്കോളും കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആ വാക്ക് തർക്കത്തിന് വലിയ വാല്യൂ കൊടുക്കുക, നമ്മളങ്ങ് ഒഴിവായി മാറിയേക്കുക. ഈ വർഷം ആരോടും വലിയ തർക്കിക്കാനൊന്നും നിൽക്കണ്ട. കാരണം നമ്മൾ ആ തർക്കിക്കാൻ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ എനർജി വേസ്റ്റ് ആക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാവില്ല. കാരണം എതിർപക്ഷത്തുള്ള ആൾ നമ്മളാ തർക്കിക്കുന്നത് അല്ലെങ്കിൽ ആ വാക്ക് തർക്കം കൊണ്ട് അവരെന്തെങ്കിലും മനസ്സിലാക്കിയോ പഠിക്കുകയോ ചെയ്തെങ്കിലല്ലേ ആ തർക്കം കൊണ്ട് അർത്ഥമുള്ളൂ. ഇത് രണ്ടും ഉണ്ടാവാൻ പോകണില്ല എങ്കിൽ നമ്മുടെ വെറുതെ എനർജി കളഞ്ഞ് നമ്മൾ അവരോട് തർക്കിച്ച് അവരെ മര്യാദ പഠിപ്പിച്ച് നേരെയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് തോന്നും അവർ പറയുന്നത് ശരിയെന്ന്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും പോവാതിരിക്കുന്നതായിരിക്കും ഈ വർഷം ബുദ്ധിപരമായ ഒരു നീക്കം കേട്ടോ. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. വിവാഹമൊക്കെ താമസിച്ചിട്ട് അല്ലെങ്കിൽ വിവാഹം നടക്കാതെയൊക്കെ ഇരിക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ അതിന് നടക്കും. അതുപോലെ ദമ്പതികൾ തമ്മിൽ കുറവുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. ഒന്ന് ശ്രമിച്ചാൽ അതിനൊക്കെ ഒരു പരിഹാരം കാണുന്നതിനും ഒരു യോജിപ്പിലൊക്കെ പോകുന്നതിനും ശ്രമിച്ചാൽ സാധിക്കുന്ന വർഷമാണ്. ഇനി അതല്ല, അത് വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്കാണെങ്കിലും അത് വേണ്ട എന്ന് വെക്കാൻ പറ്റുന്ന സമയം കൂടിയാണ് കേട്ടോ. നല്ല വിവാഹ ബന്ധങ്ങൾ വരാൻ യോഗം. അതുപോലെ ജോലിയിൽ നല്ല പ്രമോഷൻ, ജോലി സാധ്യതകൾ, ജോലി മേഖലകളൊക്കെ നമ്മുടെ കൈപ്പിടിയിലേക്ക് വരാൻ ഒരുപാട് സാധ്യതയുള്ള വർഷമാണ്. അതുപോലെ തന്നെ സമ്മാനങ്ങൾ ലഭിക്കുക. പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റുകൾ കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പെട്ടെന്ന് നമ്മൾ ഷോക്കാവുന്ന രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വരിക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ബന്ധുക്കളുടെ സഹായങ്ങളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. നമ്മളൊരു കാര്യം അവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അത് അവർ കേട്ടിട്ട് അവരെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വിജയിക്കാൻ പാടാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അങ്ങനെയുള്ള സഹായങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യാത്രകളൊക്കെ ഒരുപാട് ചെയ്യേണ്ടതായിട്ട് വരാനുള്ള യോഗങ്ങളുണ്ട്. യാത്ര കൊണ്ട് സാമ്പത്തികമായ പുരോഗതിയും നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ലൊരു ശ്രദ്ധ കൂടി പുലർത്തിയാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ വർഷം മുന്നോട്ട് പോകും. ഇപ്പോൾ ചോദിക്കും, ഒരു വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നടക്കുമോ? തീർച്ചയായിട്ടും ശ്രമിച്ചാൽ നടക്കും. ഓരോന്നിനും നമ്മളത് എടുത്തു പറയാത്തത് നമ്മുടെ നല്ലതെന്ന് പറയുമ്പോൾ അത് നമ്മുടെ എന്താഗ്രഹമാണ്. ഇപ്പം എല്ലാവർക്കും ഒരേ ആഗ്രഹങ്ങളാവില്ല, പല പല ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ എന്താഗ്രഹങ്ങളാണേലും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കൂ. നമ്മുടെ ശ്രമമാണ് നമ്മളെ വിജയത്തിലെത്തിക്കുക. നമ്മുടെ പരിശ്രമം ഇല്ലാതെ കണ്ട് ഒരു കാര്യങ്ങളും വിജയത്തിലെത്തിയ ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല സമയങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഊർജ്ജത്തോടു കൂടി പ്രവർത്തിക്കാൻ പറ്റണം.
അപ്പോൾ അതിന് വേണ്ടുന്ന നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മൈൻഡിനെ പാകപ്പെടുത്തി നമുക്ക് വിജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഏതൊരു നക്ഷത്രക്കാർക്കും നല്ലത് പറയുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അപ്പോൾ ചേച്ചി ഇനി ഒന്നും പഠിക്കൊന്നും പോകണ്ടല്ലോ, പണിക്ക് പോയില്ലെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, അതുകൊണ്ട് ഒരു നക്ഷത്രത്തിനാണ് നല്ലത്, നിങ്ങൾക്ക് വലിയ നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്ന് ഞാൻ പറയാറുണ്ട്. തമാശ രൂപേണ അത് പറഞ്ഞാലും വളരെ എന്താ പറയുക, സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറയുക. നമുക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റിൽ നമ്മളൊന്നും എഴുതിയിട്ടില്ല എങ്കിൽ നമുക്ക് മാർക്കും വീഴില്ല. അപ്പോൾ നമുക്കൊരു നല്ല അവസരം ഈശ്വരൻ തരുമ്പോൾ ആ അവസരം കണ്ടറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് ലൈഫിൽ വിജയിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ പ്രാക്ടിക്കലായിട്ടും കൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് വിജയിക്കണമെങ്കിൽ അധ്വാനം കൂടിയേ പറ്റൂ, കഠിനാധ്വാനം കൂടിയേ പറ്റൂ. അല്ലാതെ വ്യാഴം മാറ്റം വരും, വിഷുമാറ്റം വരും, ഇനി എനിക്കൊന്നും ചെയ്യണ്ടേ, ഞാനൊന്നും ചെയ്യില്ലേ എന്ന് നമുക്ക് പറഞ്ഞ് മടി പിടിച്ച് വീട്ടിൽ ഇരുന്നിട്ട് ലാസ്റ്റ് ജ്യോതിഷന്മാർ പറഞ്ഞു അല്ലെ ജ്യോതിഷികൾ പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് പഴിക്കരുത്. അവനവൻ്റെ പ്രവൃത്തി, നമ്മുടെ പരീക്ഷാ പേപ്പറിൽ നമ്മൾ ഒക്കെ സ്കൂൾ കഴിഞ്ഞ് വന്നവരാ അല്ലേ, നമുക്ക് പരീക്ഷയിൽ എഴുതാത്ത എന്തെങ്കിലും അവർ മാർക്ക് തരുമോ? ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മളും എഴുതി വെക്കുന്നത് എന്തോ, നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തോ അതനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. ഉറപ്പായിട്ടും നമുക്ക് നല്ല സമയമുള്ളവർ, ഇപ്പം പുതിയ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, ബിസിനസ് അറിയാമെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുക. ബിസിനസ് ചെയ്യണം എനിക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ബിസിനസ് അറിയില്ല എങ്കിൽ ബിസിനസ് പഠിച്ചിട്ട് ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ 8 നിലയിൽ പൊട്ടു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ അറിയില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് 9 വട്ടം ചിന്തിച്ചിട്ട് അറിയാവുന്ന കാര്യത്തിൽ മുറുക്കി പിടിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോഴേ പൊതുവിൽ നല്ല സമയം തന്നെയാണ്, വലിയ ദോഷങ്ങളൊന്നുമില്ല, വളരെ നല്ല സമയം തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കുണ്ടായാലും അതൊക്കെ നമുക്കുണ്ടെങ്കിലല്ലേ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ നമുക്ക് അങ്ങ് ഓവർകം ചെയ്യാനേ അതൊക്കെ സാധിക്കും. എന്താ പറയുക, മീനക്കൂറുകാർക്കൊക്കെ നല്ല പ്രാപ്തിയും കഴിവും അല്ലെങ്കിൽ വിജയങ്ങളൊക്കെ നേടിയെടുക്കാൻ ഒക്കെ നല്ല സാധ്യതയുള്ള അല്ലെങ്കിൽ നല്ല മനക്കരുത്തുള്ളവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മളങ്ങ് വിജയിച്ച് വരത്തില്ലേ അല്ലേ. അപ്പോൾ ഇത്രയും സമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിഷു ആശംസകൾ. നന്ദി, നമസ്കാരം.